കർഷകനെ കണ്ണീരിലാഴ്ത്തി സാമൂഹ്യ വിരുദ്ധർ. കൃഷിയിടത്തിൽ ജലസേചന സൗകര്യത്തിനായി സ്ഥാപിച്ച പൈപ്പുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. തിരുവില്ലുവമല പട്ടിപ്പറമ്പ് തീണ്ടാപ്പാറ കുറുമങ്ങാട് പാടശേഖരത്തിലെ എറണാകുളം പുത്തൻകുരിശ് തൊഴുത്തിങ്കൽ തടത്തിൽ ടി.കെ. അനിൽകുമാറിന്റെ കൃഷിയിടത്തിലാണ് സംഭവം. തുടർന്ന് അനിൽകുമാർ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 2.5 ഏക്കറോളമുള്ള കൃഷിയിടത്തിൽ അതിക്രമിച്ചു കടക്കുകയും പലയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പൈപ്പുകൾ തല്ലി തകർക്കുകയുമായിരുന്നു. വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പൈപ്പുകൾ തകർന്നിട്ടുണ്ട്. വിളവെടുക്കാൻ പാകത്തിലായ കൈപ്പയ്ക്ക, കുക്കുംബർ, പയർ, തണ്ണിമത്തൻ എന്നിവ കനത്ത നാശം നേരിട്ടിരിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധർ കൃഷിയിടത്തിൽ പണിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ അസഭ്യവർഷം ചൊരിയുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തതായും അനിൽകുമാർ ആരോപിച്ചു. നയചര്യത്തിനായ ഇവർ പണിക്കിറങ്ങുന്നില്ല. എത്രയും പെട്ടെന്ന് പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു തരണമെന്ന് അനിൽകുമാർ ആവശ്യപ്പെട്ടു. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശിലാണ് വീട്. ഞാനിവിടെ കുറച്ച് സ്ഥലം എനിക്കുണ്ട്. പിന്നെ കുറച്ച് പാട്ടത്തിനെടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ വെള്ളം എടുക്കാനായിട്ട് ഞാൻ പച്ചക്കറി നട്ടിട്ടുണ്ട്. പയർ, വെള്ളരി, തണ്ണിമത്തൻ ഇത്ര സാധനങ്ങൾ നട്ടിട്ടുണ്ട്. അതിൽ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അടുത്തുള്ളൊരു ഇരിക്കുമ്പോൾ സാമൂഹിക വിരുദ്ധരെന്ന് പറയാൻ പറ്റും. അവർ വന്ന് എല്ലാം തല്ലിപ്പൊട്ടിച്ചു, പൈപ്പുകളെല്ലാം തല്ലിപ്പൊട്ടിച്ചു. അപ്പോൾ എനിക്ക് നനയ്ക്കാനായിട്ടൊരു മാർഗ്ഗമില്ല. അവർ പറഞ്ഞാൽ അവരുടെ കുടിവെള്ളം വെച്ച് പോകുന്നതാണ് പറഞ്ഞത്. അവർ ഇവിടുന്ന് ഒരു 10-750 മീറ്ററോളം ദൂരത്തിലാണ് അവരെ കൃഷിയുള്ളത്, ബോറലുള്ളത്. മറ്റുള്ള ഒരു സ്ഥലത്ത് ആരുടെയും ഒരു കാര്യത്തിൽ അവർ തർക്കം പറയുന്നുമില്ല. ഞാനിത്ര അകലെ എന്നുള്ളതുകൊണ്ടായിരിക്കാം എന്നെ ഇങ്ങനെ ഇത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു രീതിയിലും കൃഷി ചെയ്യാൻ പറ്റാതെയായി. ഇത് 15-ാം തീയതി ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്, പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് ഒരു രീതിയിൽ ഇപ്പോൾ നനയ്ക്കാൻ പറ്റുന്നില്ല. ഇത് പണിക്കാരെ തല്ലി പൈപ്പ് പൊട്ടിച്ചു. ഇനിയിപ്പോൾ വീണ്ടും പൈപ്പ് പിടിപ്പിച്ചാൽ എല്ലാം തല്ലി പൊട്ടിക്കും, പണിക്കാരെ തല്ലുമെന്നൊക്കെ പറയണം. അപ്പോൾ പിന്നെ എനിക്ക് പേടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരത് ഇപ്പോൾ തിരക്കായതുകൊണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പോലീസിൽ നിന്ന്. അതിന് നടപടി ആയിട്ടില്ല. ഇതിപ്പോൾ നനച്ചില്ല എന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ മുടക്കി ഇപ്പോൾ ചെയ്തിരിക്കുന്ന പച്ചക്കറി മൊത്തം നശിച്ചു പോകുന്ന അവസ്ഥയിലുള്ളത്. ഇതെല്ലാം വാടിക്കരിഞ്ഞ് പോയിട്ടുണ്ട്. വെള്ളരിക്കയൊക്കെ ആണെങ്കിലും ഇപ്പോൾ അത് വാടിയ കാരണം ഇപ്പോൾ അതിന് കയ്പ്പ് വരെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് വിൽക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് സംശയമായിട്ടുണ്ട്. പറയാമോ? ഇത് കണ്ടോ, ഇതിപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇത് ഞങ്ങനെ ഉണ്ടോ, ഇനിയിപ്പോൾ ഇത് ഉപകാരപ്പെടില്ല. ഈ വെള്ളം ഉണ്ടായാൽ പോലും ഇത് കഴിക്കണ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. കഴിക്കും ഇത് തിന്നുമ്പോൾ. നല്ല നല്ല ബലത്തിൽ നിൽക്കേണ്ട ഇതുണ്ട്, ഞെങ്ങി പോകണുണ്ടോ.